ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുത്താലോ? എന്തോ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് ഈ തെറ്റിനുള്ള പരിഹാരമാവില്ലേ? പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. അവള് മുഖത്ത് നോക്കി നല്ല ആട്ടാട്ടും. എന്തിന്? ഇത് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ആവില്ല? പിന്നെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ കെട്ടുന്നതല്ല ഹെൽപ്പ്. അനാവശ്യം പറയരുത്. എനിക്ക് എന്താണ് ഒരു കുറവ്? കുറവല്ലല്ലോ, കൂടുതലായതല്ലേ പ്രശ്നം. അമ്മാവോ? അമ്മാവനാ? ആ, അമ്മാവൻ എപ്പോഴും ചുള്ളപ്പനാണെന്ന വിചാരം. പ്രായ കൂടുതൽ തോന്നുന്നുണ്ടോ? വല്ലാണ്ട്. ഏജ് ലേശം പുറത്തിറങ്ങി തുടങ്ങിയല്ലേ? ഒരുപാട്. പിന്നെ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു. പക്ഷെ ആ കുട്ടിക്കോട് ഇഷ്ടമാണോ? അതൊക്കെ ഇഷ്ടാവും. ആ, അയാൾ ഞാനൊരു ജീവിതം കൊടുക്കാം. വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്നാണ് വിചാരം. വള്ളി കളസ ഉടുപ്പിച്ച നഴ്സറി സ്കൂളിൽ ചേർക്കാം. നീ മാമുണ്ട് ചാച്ചുറങ്ങാൻ നോക്ക്. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഗുഡ് നൈറ്റ്. 10 വർഷത്തിന് മുമ്പ് നീ എന്നെ കണ്ടിരുന്നെങ്കിൽ അന്ന് ഇതിനേക്കാളും എനിക്ക് 10 വയസ്സ് കുറവായിരുന്നു. അല്ലെങ്കിൽ നിന്നോടൊക്കെ ഇത് പറയാൻ വന്ന എന്റെ തലയിൽ വേണം കല്ലെടുത്തിടാൻ. എന്താടാ ഇതെന്ത് പണ്ടാരാ? അപ്പുറത്താരാ താമസം? ആരുമില്ല. പക്ഷെ അടുത്ത കാലം വരെ ഇവിടെ പ്രേതശല്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ആക്സിഡന്റിൽ ആ പ്രേതം മരിച്ചുപോയി എന്നാ കേട്ടത്. ഇനി അതിന്റെ പ്രേതമായിരിക്കോ? ഇതേതാ ഈ മാസം? ഇത് ഏപ്രിൽ 3. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സമാധാനമായി. പ്രേതമൊന്നും ഇല്ല. ഇതിലോ അവന്മാരാ? ആ കുരുടന്മാരെ തല്ലുകാരി. അലമാരക്കകത്ത് കള്ളന്മാര്. അലമാര നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നീ ആരടാ? ഞാൻ ഹൗസ് ഓണറാ. ഹൗസ് ഓണറേട്ടാ, ഞങ്ങൾ ഞങ്ങളുടെ പണപ്പെട്ടി ഈ അലമാരയിൽ വെക്കേ. അപ്പതേ കള്ളന്മാരെ അലമാരക്കകത്ത് ഒളിച്ചിരിക്കലേ. ഞങ്ങളും വിടുവാ. അയ്യോ ചേട്ടാ, അത് അലമാരയല്ല, ജനൽ, വിൻഡോ. ലൈറ്റ് ഇട്ടിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ഞങ്ങൾക്ക് എന്തിനാ ലൈറ്റ്? പിടിവിടാനല്ലേ പറഞ്ഞത്? അവരവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും. എടോ, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഞങ്ങള് അവരുടെ വീട്ടിലിരിക്കുന്ന അവരെ പിന്നെ എങ്ങനെ പിടിക്കുന്നത്? ഇത് വലിയ പുലിവാലായല്ലോ. ഇനി ഈ കഴുത്ത് നേരെ ആവുന്ന എനിക്കൊരു വിശ്വാസമില്ല. ഇമാതിരി സാധനങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. ഇനി അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാകില്ല. 2 ദിവസത്തിനകം സ്ഥലം മാറ്റി വെക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാ എല്ലാവർക്കും കൊള്ളാം. അവരെങ്ങോട്ടെങ്കിലും പിടിച്ച് മാറ്റി. അവരെയല്ല, നിങ്ങളെ മാറ്റാന്നാ പറഞ്ഞത്. ഞങ്ങളാ? അതെങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇവിടുന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നം ആ ബസ് സ്റ്റാൻഡ് പാർട്ടിയാ? പിന്നല്ലാണ്ട് അവന്മാര് തന്നെയാ ആ കോപ്പിറൈറ്റ് പാർട്ടി. വിജയ ചേട്ടാ, അവന്മാർക്ക് കിട്ടേണ്ട പൊട്ടിച്ചിട്ട് അടിക്കാനുള്ള ടൂൾസ് എടുത്തു. വേണ്ട ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഉറക്കം വരുന്നു. എനിക്ക് എന്റെ ഉള്ള ഉറക്കവും പോയി.